അത് ഇത് കണ്ടല്ലേ, നമ്മുടെ നാടൻ അടിപൊളി മാമ്പഴമാണ് ഇവിടെ പഴുത്ത് നിൽക്കണ്ടല്ലേ. ഇത് എവിടെ അറിയാം, ഇത് ദുബായിലാണ്. ഇനി ഇവിടെ അതിന് മാത്രം വലിയ മാവൊന്നല്ല ഇത് കണ്ടല്ലേ, അവിടെ നിൽക്കണ്ടൊരു മാവ് കണ്ടോ. ആദ്യം ഒരു കന്നി ആയിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. നല്ല ഞങ്ങളുണ്ട് കേട്ടോ, നല്ല അടിപൊളിയാണ്. സുഹൃത്തുക്കളെ ഇത് കണ്ടോ, ഇത് ഈ മാവ് എന്ന് പറയുന്നത് ദുബായിലാണ്. ദുബായിൽ മണ്ണെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലുള്ള വളക്കൂറുള്ള മണ്ണല്ല. ആക്ച്വലി നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും വളർത്തുമ്പോഴും അതിന് വേണ്ട പരിചരണം ശരിക്കും കൊടുക്കുകയാണെങ്കിൽ, നല്ല വളം കൊടുക്കുകയാണെങ്കിൽ, നല്ല കഴിക്കാനുള്ള ഫുഡ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അത് ആ ചെടിയെ തിരിച്ച് അതിൻ്റെ ഫലം തരുന്നുള്ളതാണ്. കണ്ടല്ലേ, ഒരു ഉദാഹരണമാണ് അത് കാണുന്നത്. ഓക്കെ, ഇതിൻ്റെ വളം എന്ന് പറയുന്നത് ചാണകപ്പൊടി, ആട്ടിൻകാഷ്ടം, മണ്ണ് ഇട്ടിട്ട് അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, കുറച്ച് കാൽസ്യം പൗഡർ ഇട്ടിട്ട് നമ്മൾ നിലം ഒന്ന് ശരിയാക്കി എടുത്തു. അതിന് ശേഷമാണ് നമ്മൾ തൈകൾ ഈ മാവിൻ്റെ തൈ വെച്ചിരുന്നത്. അതിന് ശേഷം നമ്മൾ എല്ലാ ആഴ്ചകളിലും കുറേശ്ശായിട്ട് വളം കൊടുക്കണം, ഒരു പിടി, എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകത പറഞ്ഞത്. നമ്മൾ അന്ന് വയ്ക്കുമ്പോൾ കുറച്ച് വളം ഇട്ട് കൊടുത്തത് മാത്രമല്ല, അതിന് ശേഷം നമ്മൾ കുറച്ച് എല്ലാ 10 ദിവസം കൂടുമ്പോഴും വളം കൊടുക്കണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാം കേട്ടോ. കന്നി മാമ്പഴം ആദ്യമായിട്ടുണ്ടാവുന്ന ഒരു സംഭവമാണത്. കടിച്ചു തരാമെന്നുണ്ട്. അടിപൊളി. ഇത് എന്ത് രാവിലെ കിട്ടുന്ന പോലെ അല്ലേ, എന്താണ് കാണിക്കുന്നത്.